ഇത് എന്തോരം ആൾക്കാരോട് എൻ്റെ പൊന്നെ പടയായിട്ടൊക്കെ ഇറങ്ങി വരുന്നു. ഇമാരെ കൊല്ലാൻ വിചാരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ആദ്യം ആർച്ചറിന് എടുക്കണില്ലേ, പണി കിട്ടും. ഓടി ഒരു ഷീൽഡ് ഉള്ളവൻ അമ്പിട്ടൊക്കെ തീർത്തപ്പോൾ സമാധാനമായി. ലൈഫ് തീരില്ല, ഒരെണ്ണം കൂടെ കൊണ്ട് നമ്മളിപ്പോൾ ചാവും. ശരിയാവും. പിന്നെ ഷീൽഡ് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിക്കണം. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഗോസ്റ്റ് ഓഫ് സുഷിമ. നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി, വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെ ലാപ്ടോപ്പ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. ഞാനിപ്പോൾ RTX 2070 ഒരു ലാപ്ടോപ്പ് മേടിച്ചിട്ട് LG7. ഓക്കെ, അപ്പോൾ മണ്ടയിലെ ഇത് FPS മീറ്റർ കാണിക്കുന്നുണ്ട്, ഞാനത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വെരി ഹൈയിൽ 40 FPS ബ്ലോക്ക് ചെയ്തിട്ടേക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റ് ആകുന്നു. അതുകൊണ്ടാണ്. ഓക്കെ, സോ അതൊന്ന് സഹിക്കുക. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ബ്ലഡ് ഓൺ ദ ഗ്രാസ് എന്ന് പറഞ്ഞൊരു മിഷനാണ്. സൂപ്പർ മിഷൻ എന്നൊക്കെ കേട്ടിട്ടുള്ളത്. അതിന് മുന്നേ എംറ്റി ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ ഈ മിഷൻ എന്നൊക്കെ വെച്ചോക്കാം. ഇവിടെ ഈ ഒരു അമ്മാമ്മയുടെ ഫുഡ് എങ്ങാണ്ട് കുറേ കള്ളന്മാർ എടുത്തുകൊണ്ട് പോയിരുന്നു. ചേച്ചിയെ സഹായിച്ചിട്ട് ഫുഡൊക്കെ എടുത്ത് കൊടുത്തിട്ട് നമുക്ക് ആ മെയിൻ മിഷൻ കളിക്കാനായിട്ട് പോകും. ഓക്കെ, ലെറ്റ്സ് ഗോ. FPS മീറ്റർ അടുത്ത വീഡിയോ ഇട്ട് ഉണ്ടാകത്തില്ല, ഞാനിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 5-6 ദിവസമായിട്ട് ലാപ്ടോപ്പ് നല്ല രീതിക്ക് ചെക്കിങ് ആയിരുന്നു. കാരണം നല്ല ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. നമുക്ക് ഓവർ ക്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ലാപ്ടോപ്പ് ഞാനിപ്പോൾ വാങ്ങിയത്. ഓവർ ഹീറ്റ് ആവുന്ന ഇഷ്യൂ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അത് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അവിടെ ഉണ്ടാവുമാർ സ്റ്റാൻഡ് ഓഫ് വിളിച്ചോ? വിളിച്ചുള്ള കളിയൊന്നുമില്ല, നേരെ ഉള്ളി. ഇത് പാവം പീക്കിരി ചെറുക്കനായിട്ടാ കൊല്ലാൻ പോണത്. അവസാന ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ മോനെ നിനക്ക്? ഏതല്ലേ നൈസ്. നെക്സ്റ്റ് ഇതിൽ 50 ഇട്ട് തീർക്കണ്ട, അവന്മാരെയൊക്കെ നേരെ കയറി കൊല്ലാനേ ഉള്ളൂ. ഷോർട്ടാ പിള്ളേരല്ലേ. മംഗോളുടെ ടെറിട്ടറി കയറുമ്പോൾ ഷീൽഡൊക്കെ വെച്ച ആൾക്കാരുണ്ടാവും, സൂക്ഷിക്കണം. അതൊക്കെ പാവം കള്ളന്മാര്, ഷീൽഡൊന്നുമില്ല. സാമുറായിനാണ് കൊല്ലാൻ നോക്കുന്നത്. ആ പെണ്ണ് നമ്മുടെ അടുത്ത് പ്രത്യേക അവൻ നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ട്. അവൻ നമ്മൾ ആ ഷീൽഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല, നമ്മളവനെ തിരിച്ചടിച്ചു. ഇതാണ് അരി. കളക്ട് ഓപ്ഷൻ അവിടെ. ഓക്കെ, ചേടാ കളക്ട് വിടടാ. സ്റ്റോളൻ ഫുഡ്. ഓക്കെ, ഇതാണ് അവരെ വീട്ടിൽ കയറിയിട്ട് ഇവന്മാരെ അടിച്ചു മാറ്റിയ ഫുഡ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് തിരിച്ച് റിട്ടേൺ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ മെയിൻ മിഷൻ കളിക്കാനായിട്ട് പോകും. ഓക്കെ, സ്ഥലമൊക്കെ കൊള്ളാം അല്ലേ, നൈസ്. ഇവിടെ നമ്മുടെ സപ്ലൈസ് എന്തെങ്കിലും ഉണ്ടാവുമോ? ഇല്ല, ഇനിയിപ്പോൾ വേണ്ട, നമുക്ക് നേരെ തിരിച്ചു പോവാം. കുതിരയുടെ എനിക്ക് ഇനിയും നല്ല സ്മൂത്ത് ഗെയിം പ്ലേ കിട്ടും, പക്ഷെ അതിനനുസരിച്ച് ഇത് ചൂടാകും. അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി കുറച്ചിട്ടേക്കാം. ഓക്കെ, മാക്സിമം ഗ്രാഫിക്സിൽ കളിക്കുന്നത്. ഇതിനകത്ത് ഒളിച്ചിരിക്കുകയല്ലേ. ഇത് എന്തിനാ ഡോറ് മൊത്തം ഓട്ടമാണല്ലോ ഇതിനകത്ത്. ഒരു പണിയെടുക്കാതെ ഇരുന്നാൽ മതി, എല്ലാ ആൾക്കാരും കൊണ്ട് തരും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് എംറ്റി ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ മിഷൻ കംപ്ലീറ്റ് ചെയ്ത്. ചെറിയ സൈഡ് മിഷനാണ്, പാവങ്ങൾക്ക് സഹായം. ഡോട്ട് സക്കായി ആണല്ലോ അവർ, അവർക്കൊക്കെ നമ്മൾ ദൈവമില്ല. അടുത്ത മിഷൻ അവിടെ വരുന്നത് ബ്ലഡ് ഓൺ ദ ഗ്രാസ്. ഞാൻ പറഞ്ഞ തീപ്പൊരി മിഷൻ, അത് കളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവാം. അവിടെ ഇച്ചിരി മിണിയൊന്നും അല്ല, എന്തോ റിയൂസ് എന്ന് പറഞ്ഞ ആളിനെ കണ്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ പോവാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് അപ്ഗ്രേഡ്സ് കിട്ടുമെന്ന് പറയുന്നത്. ഇതുവരെ അപ്ഗ്രേഡും കാര്യങ്ങളൊന്നും കിട്ടാത്ത കാരണം ഈ മിഷൻ നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നാണ് ഓപ്ഷൻസ് കാണിക്കുന്നത്. നമുക്ക് എന്ത് ഡിഫിക്കൽട്ട്, നമുക്ക് എന്താ പേടി. ലെറ്റ്സ് ഗോ. എന്തൊക്കെ കത്തിച്ച് കത്തിച്ചിട്ടുണ്ടോ കേട്ടോ. കുതിരവണ്ടിയാണ് കത്തിച്ചിട്ടേക്കുന്നത്. തവള എത്തണ കിടപ്പുണ്ട്. ചേട്ടാ ജീവനുണ്ടോ? അറ്റാക്ക് ഇവിടുന്ന് തുടങ്ങിയെന്നാ പറയുന്നത്. ഒരു മംഗളല്ല, ഒരുപാട് മംഗൾസ് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ഓക്കെ, ബ്ലഡ് ഓൺ ദ ഗ്രാസ്. ഫൈനലി നമ്മൾ മിഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. പെട്ടെന്ന് ഐ നീഡ് അഡ്വഞ്ചർ ആൻഡ് ആക്ഷൻ. അമ്പൊക്കെ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, അതായത് അമ്പൊക്കെ ആവശ്യം വരുന്ന മിഷനാണെന്നാണ് അതിനർത്ഥം. ഇങ്ങനെയുള്ള ഗെയിമിൽ അതൊക്കെ തരുമ്പോൾ ആലോചിക്കണം. അതൊക്കെ വഴിയിൽ മംഗൾസ് എത്തിടപ്പുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കുതിരകളൊക്കെ ഓടി വരുന്നുണ്ട്. അതായത് നമ്മളെ കൂടാതെ വേറെ ആരോ മംഗോളിയൻസിനെയൊക്കെ അറ്റാക്ക് ചെയ്തെന്നാണ് പറയുന്നത്. അവൻ ചത്തിട്ടില്ല കേട്ടോ, നമുക്ക് അവനെ കൊല്ലാം. എൻഡ് ദ സഫറിങ്. പാവപ്പെട്ടവരെങ്ങനെ ചത്ത് മരകിച്ച് ജീവിക്കുന്നുള്ളത് കൊല്ലുന്നതാണ്, അതിലൊരു മനസ്സുഖം. മിഷനെത്തി. അതെന്താ തൊപ്പിയാ? മുക്കുവൻ്റെ തൊപ്പി. ഓക്കെ, നമ്മളത് സ്ലോ മോഷനിൽ വന്നത് പൊക്കി നോക്കുന്നു, അതിനകത്തൊന്നുമില്ല. എന്താ അത്? ശരി, ഇവനായിരിക്കും റിയൂസോ. നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നവനെ അവൻ അറ്റാക്ക് ചെയ്തു. ആ കണ്ട മംഗളിനേക്ക് ഇവനാട്ടപ്പൊ വെട്ടി വിട്ടത്. സാമുറായി ആണോ? കഥയൊക്കെ പിന്നെ പറയാം. എന്താ എന്റെ പൊന്നേ, മംഗൾസ് എല്ലാം കൂടെ വരുന്നു. മരണമൊഴിയാണ് ഈ കേട്ടത്.
ഒരു മുഴക്കം കേട്ടില്ലേ? നമ്മളെ കൂട്ടത്തോടെ വളഞ്ഞിട്ടടിക്കണം അവന്മാര് കാട്ടിൽ നിന്ന് ചാടി വന്നിട്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ 2 വീരന്മാരാ ഉള്ളത്, നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വാ വാ വാ. ഒത്തിരി അമ്പിട്ടെടുക്കുക. നെക്സ്റ്റ് അത് കൊണ്ടില്ല. 2 വളക്കിയിട്ട് പിന്നെ ഒഴിഞ്ഞു പറയാൻ പറ്റൂല. ഇത് 2 വളക്കിട്ട് ഒരുത്തം വെട്ടാൻ വരുന്ന ആദ്യം കേട്ടോ നമ്മളെ കൊല്ലവന്. 2 പേരെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഐക്കോണായി വേസ്റ്റായി. ഇപ്പം എടുക്കും. ഷീൽഡ് ബ്രേക്ക് ആയുള്ള കാര്യം ചത്തിൽ അടുത്ത് പോയിട്ട് ഇടുന്നവരൊന്ന് ചെറുക്കനെ വെട്ടാൻ പോകുന്നത് അവിടെ നിന്നു. ഇതാണ് ഡിഫിക്കൽട്ട് മിഷൻ എന്നൊക്കെ പറഞ്ഞത്. ആദ്യം അമ്പിടുന്നവനെ അങ്ങ് എടുക്കട്ടെ. എന്നാൽ അവന് ഞാൻ പറഞ്ഞ ഇഷ്ടമില്ല. പണ്ട് കളരി പിടിച്ച നന്നായി. എന്തായാലും ഞാൻ ഇതൊക്കെ എങ്ങനെ ഒഴിഞ്ഞു മാറിയാലും ഇല്ല. അവിടെ നൈസരത്. നെക്സ്റ്റ് വളഞ്ഞിട്ടടിക്കാനുള്ള പരിപാടി കേട്ടോ നമ്മുടെ. ശിവനർ ഷീൽഡ് എടാ ആദ്യം ആർച്ചറിനെ എടുക്കണം, അല്ലാതെ വേറെ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉമ്മാരെല്ലാം കൂടെ വളഞ്ഞിട്ടടിക്കുക. അടിക്കുന്നതിനിടയിൽ കൂടെ വെട്ടുന്നുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ കൂടെ ഓടാ. അപ്പോൾ ആർച്ചർമാരെ എടുക്കാൻ ഇവന്മാരെ സമ്മതിക്കുന്നില്ല, ഇവന്മാരെ വെട്ടാനാണെങ്കിൽ അവന്മാരെ സമ്മതിക്കുന്നില്ല. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യും? റിയൂസോടെ ഒറ്റയ്ക്ക് പോരാടുക. ഞാൻ വിചാരിച്ച കണക്കല്ല, അതിനേക്കാളും നല്ല ഡിഫിക്കൽട്ട്. കാരണം ആളെണ്ണം കൂടുതലുണ്ട്. നമ്മളൊക്കെ 2 പേരുണ്ട്. ചാവടാ കൂട്ട് അവനൊക്കെ. എനിക്ക് തീർന്നത് ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷീൽഡ് കളഞ്ഞ് നമ്മളെ വെട്ടിയാൽ അവന്മാർ പിന്നെ സെക്കൻഡറി ഷീൽഡ് എങ്ങാണ്ട് പിന്നെ 2ാമത് ഷീൽഡ് ആവുന്നുണ്ട്. ഓടി വാ എടുക്കാം. എന്നാൽ പിന്നെ ആദ്യം ആർച്ചർമാരെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. നടത്തിക്കൊണ്ട് ആരാണ്? എനിക്ക് തലയിലും ഹെൽമെറ്റ് കയ്യിലും ഹെൽമെറ്റ് കണക്കെന്ന് പറയുന്ന കണക്ക് കണ്ട പിന്നെ ഷീൽഡായി. എന്നിട്ട് ഞാൻ ഒഴിഞ്ഞും കൂടെ മാറിയില്ലെങ്കിൽ തീർന്നു കേട്ടോ. ഒരടിയും കൂടെ കൊണ്ടാൽ നമ്മളിപ്പോൾ തീരും. എങ്ങനെയല്ല കൊല്ലുന്നത്. കൊല്ലല്ലേ രക്ഷയില്ല. അവന്മാരൊക്കെ എല്ലാ മെയിൻ ലീഡർമാരോട്ടുള്ള ഫൈറ്റാണ് ഫൈറ്റ്. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് തൂക്കാം. കമോൺ, എത്ര പേരുണ്ടെന്നൊരു ഐഡിയ ഇല്ല. എന്നാ വിളിച്ചോ. ചേട്ടാ അത് കൊണ്ടതുമില്ലല്ലോ. മര്യാദയ്ക്ക് അവന്മാരെ വിട്ടാലും പറ്റൂല. ആ സമയത്ത് ഭാഗ്യം കൂടി ഇല്ലെങ്കിൽ പിന്നെ പറയണ്ട. ഒന്നും കൊണ്ടില്ല. നമ്മളിടുന്ന ഇടയിൽ കൂടെ ആണാടാ സെറ്റ് ചെയ്യുന്നത്. ഓ ഒത്തന്നെ എടുത്തുവിട്ട് അടുത്തവൻ മാറി. ഈ കളി പോലെ ഈ കളി കിട്ടൂല. കുറേ വെട്ടും കുത്തും കിട്ടി. ആ കളി ഭാഗ്യമില്ലാത്ത നമ്മൾ ചത്തു. കമോൺ നമുക്ക് ലെറ്റ്സ് ട്രൈ അഗെയിൻ. വാരിയർ ഒരിക്കലും വിട്ടു കൊടുക്കില്ല. ഇവനെ കൊന്നു ഞാൻ മടുത്ത്. നെക്സ്റ്റ് തടക്കി കറക്റ്റ് അത് കൊണ്ടിട്ടുണ്ട്, പക്ഷെ ചത്തില്ല. 2 പേരൊക്കെ എന്റെ പൊന്നേ. ഇപ്പൊ എങ്ങനെ എടുക്കുന്നത്? ഞാൻ ഓൾറെഡി 5-6 വട്ടം ചത്തു. അതല്ലേ ഇതൊക്കെ എത്ര കണ്ടേക്കുന്നത്. പഠിച്ചു ഇവന്റെ ടെക്നിക്ക് പഠിച്ചു. ഇപ്പൊ 10 വിട്ട് വിട്ടു. എന്നിട്ട് ലാസ്റ്റ് ഇവനെ ഇത്ര എളുപ്പത്തിൽ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. പിന്നെ ഷീൽഡായ അയ്യോ കണ്ട ചത്തു. ഭാഗ്യത്തിന് കണ്ട സ്വിച്ചൊക്കെ പിടിച്ചേക്കിയിട്ട് മാപ്പൊക്കെ ഓണായി വന്ന് കൊണ്ടെന്ന് തോന്നുട്ടോ. ഹെഡ്ഷോട്ട് അത് ഏതല്ല കളി. ആർച്ചറുണ്ട്. യെസ് 2 ആർച്ചറിനെ 1 ആർച്ചറിനെ നമ്മൾ കൊന്നിട്ടുണ്ട്. ഇനി 1 ആർച്ചർ കൂടെ ഉണ്ട്. അവന് ഹെൽമെറ്റ് ഉണ്ട് ആർച്ചറിന്. റിയൂസ് വീണ് കേട്ടാ. നമ്മൾ വീഴുന്ന പോയിട്ട് റിയൂസ് നല്ലൊരു വേരിയർ ആയിരുന്നു. അവനൊക്കെ അടിച്ചിടാന്ന് വെച്ചാൽ നമ്മളോട് ഒറ്റയ്ക്കില്ല ഫൈറ്റ് എടുത്തത്. ഒന്നുകൂടെ കൊണ്ടാ നമ്മൾ തീരൂടെ. യെസ് തടിയൊരു വലിയ ഷീൽഡ് കാരണം പുനായി പോലും കൊണ്ടില്ല. എനിക്കറിയാൻ വയ്യത് എങ്ങനെ തീർക്കുമെന്ന്. ഒന്നുകൂടി ശ്രമിക്കാം. ഇതിൽ നമ്മൾ കൊന്നിരിക്കും. ഒരു ചാൻസും കൂടെ. ഞാൻ ബീസ്റ്റ് ആവട്ടെ. നല്ലോണം ഫോക്കസ് ചെയ്ത് ഫോക്കസ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒന്നും കൊണ്ടില്ല. അതും കൊണ്ടില്ല. വേസ്റ്റായല്ലോ. ഓരോരുത്തന്മാരായിട്ട് എടുത്തെടുത്ത് വിടാം. കൂട്ടത്തിൽ കയറി അടിക്കുമ്പോഴവന്മാർ ബാക്കിൽ കൂടെ നോക്കുന്നത്. കഴിഞ്ഞാൽ അതിൻ്റെ ചാട്ടം എന്നെ പിടിച്ചോ. ആകെ 4 വെട്ടിനേ ഉള്ളൂ. ഷീൽഡിൻ്റെ ഒന്നുമില്ല. 2 പേരോട്ടുള്ള ഫൈറ്റ്. ഏതോ മോനെ ഒന്നിനെടുത്ത് ഇതിൽ നമ്മൾ അവനെ എങ്ങനെയല്ല എന്ത് വില കൊടുത്ത് തൂക്കിയിരിക്കും. എനിക്ക് കൊന്നേ പറ്റൂ. അതെങ്ങനെയുണ്ട് എൻ്റെ ഷീൽഡ്. കൂനായിട്ടപ്പോൾ അവൻ്റെ ഡിഫൻസ് പോയി. ബാക്കി ഞാൻ എന്നിട്ട് വെട്ടിയാൽ കൊന്നോളാം. മറ്റൊരു ഈ ആർച്ചർമാരാണ് ആദ്യം എടുക്കേണ്ടത്. അവന്മാരാണ് എന്താ പറയാ
വലിയ ഫൈറ്റ് കിടക്കും, മറ്റേ കൈതിയിൽ കല്ലെടുത്ത് എറിയത്തില്ല ഒരുത്തൻ, അത് കണക്കുണ്ട്. നീ അമ്പ് എന്റെ അവസാന തമ്പറല്ലേ ഇപ്പൊ ശരിയായിത്തരാ. അവന്മാര് സമ്മതിക്കുന്നില്ലടോ. നീ എങ്ങനെയല്ലേ എടുക്കും? ചെറുക്കനോട് ഒറ്റയ്ക്ക് പോരാടേ, ബാക്കിൽ കൂടെ ഓട്ടാ നമുക്ക്. വലിയ ഒരുത്ത വീണ്ടുണ്ട്. എന്താണ് ഈ ഷീൽഡ് കൊണ്ട് കിടക്കുന്നത്? വിളിച്ചിക്കാതെ ഫ്രണ്ടിലോട്ട് വേടാ. ലൈഫ് തീരെ കുറവാണ്, നമ്മളിപ്പ ചാവും. സൂപ്പർ ഫൈറ്റ് ഇട്ട് അവനായിട്ട് നമുക്ക് ഇവന്റെ കൂടെ വയ്ക്കാം. നീയിപ്പോൾ എന്തായാലും ചാവും, ലാസ്റ്റ് ഫൈറ്റ് അല്ലേ. ബാ ബാ ബാ. എന്നെ നോക്കിയ നല്ല ഡ്രസ്സ്, ലീഡർ കിൽഡ്. ഓ മൈ ഗോഡ്, നല്ല ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ലീഡർ ആയിട്ടോ. നല്ല ഡ്രസ്സ്. ലീഡറിനെ കൊന്നാൽ വല്ല പറ്റുമോ? കളി ജയിക്കുമോ ലീഡറിനെ കൊന്നാല്? പുതിയ സ്റ്റാൻസ് ഓൺ ആയിട്ടുണ്ട്, അത് ഷീൽഡിന്റെ സ്റ്റാൻസ് ആണ്. വാട്ടർ സ്റ്റാൻസ് ഈസ് ഹൈലി, വായിക്കാൻ പറ്റിയില്ല. ഓക്കെ, അറ്റാക്ക് അഗേൻസ്റ്റ് ഷീൽഡുള്ള ആൾക്കാരെ കൊല്ലാനായിട്ട് അത് ഉപകരിക്കുന്ന പറയുന്നത്. നമുക്കത് പിന്നെ എടുക്കാം, എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്, റിസോൾവ്. അത് വെച്ചിട്ട് കുമാരെ പതുക്കെ തൂക്കാം. അവനിപ്പോൾ അവനെടുത്ത് വിട്ടാൽ കിട്ടി 16. പിന്നെ ഷീൽഡായവൻ ഒഴിഞ്ഞു പറിക്കോ. കടിയനെ എങ്ങനെയും എടുത്തിട്ടുണ്ട്. ആ അമ്പിടുന്നവനെ ഇപ്പം നോക്കിക്കോ. കഴിഞ്ഞ് ഇനി 3 പേരും കൂടി ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അതെല്ലാവരും അമ്പിടുന്ന ആൾക്കാർ. എങ്ങനെയാലും ഒഴിഞ്ഞുമാറി അടിച്ചാൽ നമുക്ക് കിട്ടും. കുറെ നേരം അമ്പിട്ട് കളിച്ചില്ലടാ, ഒരു റിസോൾവ് കിട്ടി. 2 പേരും കൂടി കിട്ടും 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 കിട്ടും. നമ്മൾ വിളിച്ചെന്നാലും മതി, റിയൂസോ കൊന്നോളും. കാരണം ഒരു അമ്പൂടെ കൊണ്ടാൽ അവള് ചാവും. ഒന്നില്ല 2 കൊണ്ടാലേ ചാവുള്ളൂ. പതുക്കെ പതുക്കെ അവനോട് എടുത്ത കളി ജയിച്ചു. പിന്നെ 2 മണിക്കൂറും കണ്ടായി ഞാൻ ഉമാരെ കൊല്ലാനായിട്ട് കിടന്ന് പാടുവിടുന്നു. യെസ്, ഇപ്പൊ കയറി വെട്ടാ നമുക്ക്. മറ്റവനെ നോക്കാം. ഞാൻ ഒരു 20 വെട്ടെങ്കിലും ചത്ത് കാണും. ലാസ്റ്റ് എന്നിട്ട് അവരെന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ച് ഡിഫിക്കൽട്ടി മോഡ് ഈസി ആക്കി തരട്ടെ എന്ന്. ഞാൻ പറഞ്ഞ വേണ്ട, അവന്മാരെ കൊന്നിട്ടേ ഞാൻ പോകുള്ളൂ. 2 മാസമായാലും ശരി. അങ്ങനെ ബ്ലഡ് ഓൺ ദ ഗ്രാസ് കഴിഞ്ഞ കാണിക്കണ്ടാണല്ലോ. ഓക്കെ, ബ്ലഡ് ഇൻ ദ ഗ്രാസ് ഇത് കഴിഞ്ഞിട്ടില്ല. റിയൂസോടോട് ഇനി ഇത് കണക്കത്തെ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മിഷൻസ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി എന്തോ വേറൊരു സ്ഥലത്തോട്ട് അങ്ങോട്ട് പോവാം. ഇവിടെ നമ്മൾ ഫിനിഷ് ചെയ്തു. കുറെ നേരമായി കളിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി എന്താ സംഭവിച്ചത് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം. അതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സി യു. അടുത്ത കാലത്ത് നമ്മളെ ഗെയിമിലേക്ക് FPS കൂടുതലായിരിക്കും. നമ്മളിവിടെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കളിക്കാൻ പോവാം നന്നായിട്ട്.